എനിക്ക് മെയിനായിട്ട് ഞാൻ സർവീസിലായിരുന്നു. അവിടുന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേരിന് വ്യത്യാസമുണ്ട്, എൻ്റെ ഭാര്യയുടെയും പേരിന് വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഒന്നും ശരിയായില്ല. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ 3-4 മാസം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ പേരിൻ്റെ ക്ലിയറൻസ് മാറിക്കിട്ടി. അത് ഡിഫൻസ് സർവീസ് ആയതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് റെക്കോർഡ് സെക്ഷനിലെല്ലാം പോയി അത് അലഹബാദിൽ പോയി ക്ലിയർ ചെയ്ത് വരണം. അതിന് ഒരുപാട് താമസം എടുക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ ക്ലിയറാക്കി കിട്ടുവാൻ സാധിച്ചു. ഒന്നാമത് രണ്ടാമത് എനിക്ക് സ്ട്രോക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോൾ എനിക്ക് അമ്മയുടെ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി എല്ലാം ജപമാല ചൊല്ലുകയും വേദപുസ്തകം വായിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എനിക്ക് 3-4 ദിവസത്തിന് മുമ്പ് അത് റിക്കവറിയായി. ഞാൻ എങ്ങും പോയില്ല. ഞാൻ സ്വയമേ ദൈവത്തിൽ അർപ്പിച്ചു, മാതാവിൽ അർപ്പിച്ച് അങ്ങനെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. കൂടാതെ ഞാൻ ഒരു 2 നിലയുടെ മുകളിൽ ടെറസിൽ നിന്നും ലൈറ്റ് റിപ്പയർ ചെയ്തുകൊണ്ട് ഇരുന്ന ആ സമയത്ത് ഞാൻ താഴെ വീണു. എൻ്റെ കാലിൻ്റെ പാദം മൊത്തം തവിട്ടുപൊടിയായി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. എനിക്ക് ശരിയായ ബോധമില്ല. 2-ാമത്തെ ദിവസം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തുന്നു. ഡോക്ടർ പറയുന്നു, ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് കിടത്തി? ഞാൻ ആദ്യം കരുതി എക്സ്റേ എടുക്കാനായിരിക്കുമെന്ന്. പിന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷനൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മാതാവ് കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. എഴുതി കൊടുത്തു. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയും എല്ലാമായിട്ട് കഴിഞ്ഞു. ബെഡിലിരുന്നു. ബെഡിൽ തന്നെ കിടപ്പാണ്. അപ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും വേദപുസ്തകവും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് തൈലം പുരട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിന് നടക്കാൻ ചെറിയ ആശ്വാസമായി. അങ്ങനെ ഞാൻ ഒരു പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതെങ്കിലും ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ടു കാലിന്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു, നടന്നിവിടെ വന്നു. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ചാൻസ് കിട്ടിയില്ല. അന്ന് കൂടുതൽ തിരക്കായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് ഇതിൻ്റെ സാക്ഷ്യം പറയുവാൻ ചാൻസ് കിട്ടിയില്ല. ഞാൻ അങ്ങനെ വിട്ടുപോയി. ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ വന്ന് അമ്മയുടെ നാമത്തിൽ സാക്ഷ്യം പറയുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അത് റോഡുകളിലും എൻ്റെ ഒരു വൃദ്ധസദനമുണ്ട്, ആ വൃദ്ധസദനത്തിലും ഒക്കെ ആയിട്ട് ഞാൻ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഇത് അമ്മയുടെ വിവരങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. ആളുകൾ കൂടുതൽ ഞാൻ അമ്മയിലേക്ക് ആകർഷിക്കുവാൻ ഞാൻ പ്രേരിപ്പിക്കുമായിരുന്നു. കൂടാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിൽ ഒരു 10-12 പ്രായമായ അച്ഛന്മാർ ഉണ്ട്. അവരെ ഞാൻ മക്കളില്ലാത്തവരാണ്. അവരെ ഞാൻ എൻ്റെ പെൻഷനിൽ നിന്ന് കിട്ടുന്ന ആദായവും അല്ലാത്ത മറ്റാൾക്കാർ ചെയ്ത് സഹായിക്കുന്ന ആദായവും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അവരെ പോറ്റുന്നുണ്ട്. ആത്മീയമായിട്ട് ഞാൻ എന്നും വേദപുസ്തകം വായിക്കും. പിന്നെ എല്ലാ പള്ളിയിലും പോവും, എല്ലാ സഭയിലും പോയി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. എല്ലാം അമ്മേനി സഹായത്തിനായി കൂടെയുണ്ട്. ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി രാവിലെയും വൈകിട്ടും എല്ലാം ചൊല്ലുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാൻ സങ്കീർത്തനം 1, 23, 51, 91, 121 ഡെയിലി വായിക്കാറുണ്ട്. അത് 2 നേരം വായിച്ചിട്ടാണ് കിടക്കുന്നത്. അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്ക് മക്കൾ ഒന്നും കൂടെ ഇല്ല. മക്കൾ എല്ലാം ദൂരെയാണ്.
ഇപ്പം ഞങ്ങൾക്ക് സാക്ഷ്യം അതിൻ്റെ പിന്നെ പറയുന്നതാണ്. എൻ്റെ പേര് ഗീത എന്നാണ്. 2025 എൻ്റെ ഭർത്താവിന് വീണ്ടും കാലിന് വയ്യാതെ വന്ന് നേരത്തെ ഞങ്ങൾക്ക് പരസഹായം ആരുമില്ല. എൻ്റെ അമ്മയും തിരുവുമാരനുമല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഞാൻ ഒന്ന് എവിടെയെങ്കിലും ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് റോഡെ നിർത്തിയിട്ട് വേണം ഓട്ടോടകത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ ഇരുന്ന് ആരുമില്ലാതെ ഇരുന്ന സമയത്തും എൻ്റെ ദൈവം ഞങ്ങൾക്ക് എൻ്റെ അമ്മ ഒരു ദൂതനെ അയച്ചു. അങ്ങനെ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി അവർക്ക് രോഗമൊന്നും അറിയാൻ വയ്യ, വെരിക്കോസിൻ്റെതാണ്, എന്തൊക്കെയാണെന്നൊക്കെ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം കാലിൻ്റെ ഭാഗത്തെ. അപ്പോൾ പിന്നെ നടക്കുവാന്ന് തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട, എൻ്റെ അമ്മ ഞങ്ങൾക്ക് സൗഖ്യം തരും, ഇത്രയൊക്കെ അമ്മ കാത്തു പരിപാലിക്കാമെങ്കിൽ ഇനിയും അന്ത്യത്തോളം ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കൃപാസനത്തിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കണം, എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ആഴ്ച എൻ്റെ ഭർത്താവ് കട്ടിലെ തന്നെ കിടപ്പായിരുന്നു. പരസഹായത്തിന് എൻ്റെ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചെയ്യണം, എല്ലാം പൊക്കിയെടുക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളു. എൻ്റെ അമ്മ എനിക്ക് ബലം തന്നു. എൻ്റെ ഭർത്താവ് അവിടെയും ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കി. ഇനിയും ഞങ്ങൾ തുടർന്നുള്ള കാലങ്ങളിൽ അമ്മയുടെ സന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും അമ്മ ഞങ്ങൾക്ക് ബലം തരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. സങ്കീർത്തനം 61:1-2 വചനങ്ങളാണ്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിച്ചു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന് ഈ സങ്കീർത്തനത്തിൽ കേട്ട പോലെയാണ്. ഈ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അപ്രാപ്യമായ പാറയിൽ കയറ്റി നിർത്തിയ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞ സ്നേഹവുമാണ് ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത്. പാറ എന്നത് ദൈവത്തിൻ്റെ ഉറച്ച സംരക്ഷണമാണ്, ശക്തിയാണ്, ദൈവത്തിൻ്റെ ആ കൂടെയുള്ള ധൈര്യമാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം ശക്തി കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തപ്പോൾ ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ദൈവം ഉടമ്പടിയിലൂടെ നമ്മെ ഓരോരുത്തരെ സുരക്ഷിതമായ സ്ഥാനത്തേക്കാണ് ഉയർത്തി നയിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബലം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. രമേശ് ബാബുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.